10,000 കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നത്. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. ഓ, അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈരം കെടുത്തുന്ന മറ്റു കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ. ഞാനും മുങ്ങാം. തിരിച്ചു പൊങ്ങുമ്പോ നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ? എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും പോരെ? മതി, ആ നമ്പരോട്. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? നെഞ്ചത്തൊരു പന്തം കുത്തി നെൽപ്പൂ കാട്ടാളൻ കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്മനിട്ട ഞാനാണ് ആ കാട്ടാളൻ. ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്കെന്റെ പൊന്നു ചേട്ടാ. എഴുതെഴുത്. പിന്നെ തേച്ചിട്ടെത്തി തോപ്പ് ഇപ്പൊ തീരും. കേറി വാ, തോപ്പ് തീരും. ഉണ്ണി ഉണ്ണി ഉണ്ണി, നീ എന്താ വെള്ളത്തിനിടയിൽ ഗറില്ല യുദ്ധം നടത്താ? അമ്മ പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ? നീന്തൽ അറിയാതെ വെള്ളത്തിലാണോ കളിക്കണേ? വെറുതെ ഒരു രസത്തിന് മുങ്ങി. ചെറുപ്പത്തില് ഞാനും പാർവതിയും ഈ കുളത്തിൽ ഒരുപാട് വെള്ളാരം കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുളച്ചോതൊക്കെ ആയിരിക്കും. ഒന്ന് പോടാ. എടാ ഉണ്ണി, നിന്നെ ഈ കുളത്തിൽ ആദ്യം പിടിച്ചിട്ട് ഞാനാ നീന്തൽ പഠിപ്പിക്കാൻ. ആദ്യത്തെ ദിവസം വാഴപ്പിണ്ടി കെട്ടിക്കിടക്കും, 4-ാം ദിവസം പിണ്ടി അഴിച്ചു. നീന്തുന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ മുങ്ങി. അമ്മമ്മായി എന്തൊരു കരച്ചിലായിരുന്നു. അന്നാണ് അവളെന്നെ ആദ്യമായിട്ട് തല്ലിയത്. പിന്നെ തല്ലിയിട്ടില്ല? തല്ലിയപ്പോഴൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഈ തല്ലൊക്കെ വെറും പേരിനാ, വേദന എടുക്കില്ല. ഞങ്ങൾ എന്തിനായിരുന്നു അമ്മോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിലെ ഉത്സവം കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞോണ്ടല്ലേ നിന്നെയും പാർവതിയും ഞാനും അമ്മായും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. 2 ദിവസമായിരുന്നു ഉത്സവം. 3-ാം ദിവസം തിങ്കളാഴ്ച. അന്ന് പോകാൻ പാടില്ല എന്ന് അമ്മായി പറഞ്ഞു. പിന്നെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ പോണത്. പറയാമാവാ, ബുധനാഴ്ച പോയപ്പോ എന്താ, അവിടെ ആരുമില്ല. വീട് പൂട്ടിട്ടിരിക്കുന്നു. അമ്മയില്ല, അച്ഛനുമില്ല, മോളുമില്ല. കടം ഇത്തിരി ഏത് മനുഷ്യനുണ്ടാവും. കുടുംബത്തിൽ ആ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഞാൻ വിചാരിച്ചാലും അന്ന് കഴിയായിരുന്നു. അത് പറയാൻ അഭിമാനം സമ്മതിക്കില്ല എന്ന് എഴുതി വെച്ച് 2 മക്കളെ എന്റെ കയ്യിൽ തന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും നിന്റെ അച്ഛനുണ്ടായിരുന്നില്ല. വിടെ കള്ളം എന്നെ കുളിക്കുന്ന സമയത്ത് ആ പഴം പുരാണം പറഞ്ഞൊരു കരച്ചില്. ചാടും, ഒന്ന് ഉഷാറായിട്ട് കുളിക്കേ. ചാടുമെന്നെ. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ ഉണ്ണി, രാമ 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 പാഹിമ രാമപാദം. ഉണ്ണി അച്ഛന്റെ കയ്യക്ഷരം കണ്ടിട്ടുണ്ടോ? എവിടെ? അന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാ നിന്റെ അച്ഛൻ എഴുതിയത്. എന്നെങ്കിലും ഉണ്ണി ചോദിക്കും തോന്നിയിരുന്നു. അത് പഴത്തില്ല. എടുത്തു വെച്ച് നന്നായി. കുനുകുന എന്തൊക്കെയോ എഴുതിയെന്നല്ലാതെ ഒന്നിനും ഒരു അർത്ഥമില്ല. അവനെന്തൊക്കെയോ പ്രയാസം ഉണ്ടായിരുന്നു. അതെനിക്ക് അന്നും അറിയൂ, ഇന്നും അറിയൂ. അന്ന് എനിക്ക് വയസ്സ് 8, പാർവതിക്ക് 5. സത്യം പറ ഉണ്ണി, ഈ 26-ാം വയസ്സിൽ നിനക്ക് ഈ വീട്ടിൽ പെട്ടെന്ന് അനാഥത്വം തോന്നിയോ? എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? ഇല്ല അമ്മവാ, അങ്ങനൊന്നും തോന്നിട്ടില്ല. ഈ നെഞ്ചിനകത്ത് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ അനാഥരാകുക? പക്ഷെ അങ്ങനെ തോന്നി. ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. നോക്ക്, ശരിക്കും നോക്ക്. ഇത് ശരിയല്ല. ഈ എഴുത്താരോ നിർബന്ധിച്ച് എഴുതിപ്പിച്ചാണെന്ന് തോന്നില്ലേ? എനിക്കന്ന് 8 വയസ്സാ, ഇവൾക്ക് 5. 5 വയസ്സുള്ള ഇവളെയും 1 വയസ്സുള്ള ചിന്നുമോളെയും ഈ 8 വയസ്സുകാരൻ അന്ന് ഒരുമിച്ച് തോളിലെടുത്തിട്ടുണ്ട്. ഇത് എഴുതി വെച്ചു എന്ന് നിങ്ങൾ പറയുന്ന അച്ഛൻ്റെ അന്നത്തെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖം ഒരിക്കലും ഈ കത്തെഴുതില്ല. ആ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല.
എത്രയാ തീയതി? ഇനി വെറും 46 ദിവസങ്ങളേ ഉള്ളൂ ലീവ് കഴിയാൻ. പ്രഷ്യസ് 46 days. പ്രാണൻ പോലുള്ള 46 ദിവസങ്ങൾ. ടൈം ഈസ് ടു ഷോർട്ട്. ആരാ എന്നോട് തുറക്കാൻ പറഞ്ഞത്? ആരാ തുറക്കാൻ പറഞ്ഞതെന്ന്? അച്ഛൻ പറഞ്ഞിട്ടാ തുറന്നത്. ഓഹോ, അച്ഛൻ പറഞ്ഞിട്ടാണോ? വരൂ. ഈ സ്ഥലം പള്ളിക്കാരെടുത്തേ പിന്നെ അച്ഛൻ എന്നും വരും. ആ അച്ഛന്റെ ആളാന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ ഉറക്കെ സംസാരിച്ചത്. പേരെന്താണാവോ? പേരെന്ത് വേണേലും വിളിക്കാം. മോനേന്നോ, ചേട്ടാന്നോ, ചെക്കാന്നോ. തുറക്കാൻ പറ്റില്ല അല്ലേ? തുറക്കാൻ പറ്റും, പക്ഷെ താക്കോൽ അച്ഛൻ്റെ കയ്യില. പണ്ടിത് ഫോറസ്റ്റുകാർ വാടകയ്ക്കെടുത്തതായിരുന്നു, പിന്നെ പള്ളിക്കാർ തന്നെ തിരിച്ചെടുത്തു. ഇപ്പോ വീണ്ടും സർക്കാരിലേക്ക് പോകുന്ന കേട്ടത്. എന്താ പേര്? എന്റെ പേര് മുത്തപ്പൻ. മുത്തപ്പനോ? എന്താ അങ്ങനെ ഒരു പേര്? അങ്ങനെ ഒരു പേര് ജനിപ്പിച്ചവർക്ക് ഒരു തമാശ. സ്കൂളിൽ 4 വരെ പഠിച്ചു. ടീച്ചർമാര് മുതൽ കുട്ടികൾ വരെ വിളിക്കുക മുത്തപ്പന്ന. ഇവിടെ ആരാ താമസിച്ചിരുന്നതെന്ന് മുത്തപ്പന് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മ അങ്ങനെ കിട്ടാറില്ല, എന്നാലും പറയാലോ, നല്ല ഐശ്വര്യമുള്ള വീടാ. ഐശ്വര്യമുള്ള വീടാ സത്യ. പക്ഷെ ഐശ്വര്യം വരണമെങ്കില് അതാ നോക്ക്, ആ മാവിന്റെ മുകളില് ഒരു ഊഞ്ഞാല് വേണം, ഈ മുറ്റത്തൊരു കോഴിക്കോട് വേണം, മുറ്റം നിറച്ച് കോഴികള്, പണിക്കാര്, ബഹളം വെച്ചുകൊണ്ട് കുട്ടികള്, അങ്ങനെ അങ്ങനെ ഒരുപാട് 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 സംഗതികൾ വേണം. മുത്തപ്പ, ഇവിടെ സോഡ കിട്ടുമോ? കിട്ടൂലോ, സോഡയും കിട്ടും, ഗ്ലാസും കിട്ടും, പച്ചവെള്ളവും കിട്ടും. പക്ഷെ ഇത് 3ലും ചേർക്കാനുള്ള മരുന്ന് ഇവിടെ കിട്ടില്ല. വേണ്ട, നല്ല മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുത്തപ്പൻ ബാക്കിയുള്ള സംഘടിപ്പിച്ചാ മതി. നമുക്കേ ചെറുതായിട്ടൊന്ന് ഒരു സന്തോഷത്തിന്. മോൻ ഈ വീട്ടിൽ താമസിക്കാൻ പോവാ? താമസിക്കാൻ പോവുകയല്ല മുത്തപ്പ, ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയിട്ട് കൊല്ലങ്ങൾ എത്ര എന്ന് മുത്തപ്പനറിയോ? ഇതാ ഞാൻ പറഞ്ഞില്ലേ, ആ മരത്തിന്റെ മുകളിൽ ഒരു ഊഞ്ഞാല് കെട്ടണമെന്ന്. ഊഞ്ഞാല് കെട്ടി ആടിയാൽ മാത്രം പോരാ, ഈ മരങ്ങളിലൊക്കെ ഓടിക്കയറാനും എനിക്ക് കഴിയണം. എടാ ഉണ്ണി, ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? എനിക്ക് നിന്നെ 2 തല്ലണം. അത്ര മോഹോണിയാ ഇങ്ങോട്ട് കയറുക, ഇവിടെ വെച്ചിട്ടല്ല. എടാ കിട്ടിയോടാ? കിട്ടി. എന്നാ കയറ്. വീട് മോളെ നേരാമണ്ണം പ്രസവിപ്പിച്ചു കൊടുത്തപ്പോ അന്നത്തെ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും വന്നു, കേസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വന്നു. അല്ലോ, നീ എന്താ കീറിക്കളഞ്ഞ? ആ ഹിമാർ നമ്മളെ പറ്റിച്ചോ? ഒരു ഹിമാറും നമ്മളെ പറ്റിച്ചിട്ടില്ലടാ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് മുഴുവൻ കളവാ. പ്രതികളെ വെറുതെ വിട്ടതിന്റെ ഒരു ജഡ്ജ്മെന്റ് കോപ്പി, പിന്നെ ചത്തുപോയ അന്നത്തെ ജഡ്ജിന്റെ പേരും മേൽവിലാസവും, കള്ളപ്പേരിൽ ഹാജരായ കുറെ കക്ഷികളുടെ മേൽവിലാസങ്ങൾ. ഇതൊക്കെ നമുക്ക് എന്തിനാ? പിന്നെ നീ എന്തിനാ അത് കീറിയെടുത്ത്? ഇതാണ് ഇതിലെ വെടിമരുന്ന്, നമ്മുടെ അടുത്ത ഇരകൾ. ഞാൻ തേടുന്നവരുടെ തനിനിറം ഇവരുടെ ബോധമണ്ഡലത്തിലുണ്ടാകും. ആ ബോധമണ്ഡലം ഞാൻ പൊട്ടിക്കും. 1, അന്ന് ഈ കേസ് അന്വേഷിച്ച കോശി വർഗീസ് എന്ന നീചനായ DSP. 2, ഇതിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായി
ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഏക സാക്ഷിയെ കീറി മുറിച്ച് വിസ്തരിച്ച ഈ കേസിലെ പെരുങ്കള്ളനായ അയ്യങ്കാർ എന്ന ക്രിമിനൽ അഡ്വക്കേറ്റ്. ഈ നഗരത്തിലെ അവരുടെ അന്നത്തെ വിലാസം. ഇതേതാ ഇപ്പൊ ഒരു ഫോൺ? അയ്യങ്കാർ ഹിയർ. ആരാ? ഞാൻ തന്നെ സ്വാമി. ഒരു ദർശനം കിട്ടാൻ എത്ര പ്രാവശ്യം വിളിക്കണം സ്വാമി? ഫോണിലൂടെ ദർശനം സാധ്യമല്ലെന്ന് അറിഞ്ഞൂടെ മഹാരാജാവേ? ഇതിലൂടെ ശബ്ദസുഖം മാത്രം. ദർശന സുഖത്തിന് നേരത്തെ ബുക്ക് ചെയ്യണം. ആ, കക്ഷി നമ്പർ 437. എന്താ ഇത്ര ചിരിക്കണത്? ഞാനിവിടെ ദേ ഇത്തിരി പാല് കുടിക്കാനുള്ള പുറപ്പാടിലാണ്. അത് വീണ്ടും പ്രശ്നമാവുന്നല്ലോ സ്വാമി. ഏത് വീണ്ടും പ്രശ്നമാവുന്നു? ആ കുമാരന്റെ ശല്യം വീണ്ടും പ്രശ്നമാവുന്നു. അവരുടെ ആൾക്കാരിൽ ചിലർ അത് കുത്തിപ്പൊക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അന്നേ ശവം ദഹിപ്പിച്ച സ്ഥിതിക്ക് ഇനി ഒരു പോസ്റ്റ്മോർട്ടത്തിന് സ്കോപ്പില്ല. വല്ല തീ ഉണ്ടാവുകയാണെങ്കിൽ അത് അങ്ങോട്ട് ഊതിക്കെടുത്ത. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരണോ? എന്തിനാ ഒരു ഫോണിന്റെ കാശ് കളയണേ? രഹസ്യമായി വല്ല മുൻകൂർ ജാമ്യം വേണ്ടി വരുമോ? മുൻകൂർ ജാമ്യം ഇപ്പൊ വേണ്ടത് എനിക്കാ, ഈ ഫോൺ ശല്യം കുറയ്ക്കാൻ. എടോ, താൻ അവരെ ഒന്ന് വരട്ടടോ. വരട്ടിയിട്ട് നടന്നില്ലെങ്കിൽ തട്ട്. എന്നിട്ടൊരു വക്കാലത്ത് കൊണ്ട് ഇങ്ങോട്ട് വാ. He is a dirty creature, but better than me. ഗുഡ് മോർണിംഗ് ബിന്ദു. ഗുഡ് മോർണിംഗ്. ശ്രീദേവിയുടെ സീറ്റ് ഇരിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. സർ, നിങ്ങൾക്കൊക്കെ ഒരു ജോലി തന്നാൽ മനസമാധാനം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കാ. ഞാൻ ലേറ്റ് ആയിട്ടില്ല സർ. ലേറ്റിന്റെ കാര്യമല്ല, ഇനി വേണേൽ എന്നും ലേറ്റ് ആയിക്കോ. ഇന്നു മുതൽ കുട്ടി ഇവിടെ വരണ്ട. നിങ്ങൾ അവിടെ ആവശ്യമില്ല. സർ, കുട്ടിയുടെ അച്ഛൻ ഒരു വലിയ മനുഷ്യനായിരുന്നിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾക്കൊരു ജോലി എന്നതിന്റെ പേരിൽ ഏത് സമയത്ത് ഞാൻ ഇങ്ങനെ കിടന്ന് പേടിക്കാന്ന് വെച്ചാലോ? നിങ്ങൾ അവിടെ ജോലിക്ക് നിർത്തിയാൽ ഫോട്ടോ എടുക്കാൻ വരുന്നവന്റെ തല തെറിക്കുന്ന അവസാനം കിട്ടിയ ഭീഷണി. അച്ഛൻ മോൾക്ക് ചെയ്തു വെച്ച സഹായം, അല്ലാതെന്താ പറയാ. പേടിയുണ്ടാണ് കുട്ടി. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും തോന്നരുത്. വേറെ വല്ല സ്ഥലത്തും ഫോണില്ലാത്ത ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് നോക്ക്. അത്രയെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. സംശയമല്ല, ഈ ഫോൺ നിങ്ങൾക്കാവും. വേണ്ട സർ.